നടിയും അവതാരകയുമായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയമായി മാറിയ താരമാണ് ഉമാ മഹേശ്വരി. ഈ പേരിനേക്കാളും പെപ്സി ഉമ എന്ന പേരിലാണ് നടി അറിയപ്പെടുന്നത്. 90കളിൽ പെപ്സി ഉങ്കൽ ചോയ്സ് എന്ന പേരിൽ ഹിറ്റായിട്ടുള്ള പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് ഉമ ശ്രദ്ധയാവുന്നത്. സൺ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടി 15 വർഷത്തോളം നീണ്ടുപോയി. ഒപ്പം ഉമയും പരിപാടിക്കൊപ്പം നിന്നു. ഇതോടെയാണ് ഉമയുടെ പേരിനൊപ്പം പെപ്സി എന്നുകൂടി ചേർക്കപ്പെട്ട പെപ്സി ഉമ ആയത്. ഇപ്പോഴിതാ രജനീകാന്തിനെ കുറിച്ച് ഉമ പങ്കുവച്ച കാര്യങ്ങളാണ് വൈറലാവുന്നത്. നടൻ രജനീകാന്തിനൊപ്പം അരുണാചലം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം തന്നോട് ദേഷ്യപ്പെടുകയും കളിപ്പിക്കുകയും ചെയ്തെന്ന് നടി രംഭ അടുത്തിടെ തമാശ രൂപേണ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പെപ്സി ഉമയുടെ വാക്കുകളും വൈറലായത്. 90കളിൽ സംപ്രേഷണം ചെയ്തിരുന്ന ടെലിവിഷൻ പരിപാടി എത്രത്തോളം വിജയിച്ചിരുന്നുവെന്ന് പെപ്സി ഉമയോട് ആരാധകർ കാണിക്കുന്ന സ്നേഹത്തിൽ നിന്നും വ്യക്തമാകും. അതേസമയം നടൻ രജനീകാന്തും ഇത്തരമൊരു ആരാധന ഉള്ളിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ അധികം ആരും വിശ്വസിക്കില്ല. ഇതിനെപ്പറ്റിയാണ് ഉമ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് നടൻ രജനീകാന്തിനെ കുറിച്ച് അവതാരക സംസാരിച്ചത്. ഒരിക്കൽ നടൻ രജനീകാന്ത് തന്നെ വിളിച്ച് റാഗിംഗ് ചെയ്യുന്നത് പോലെ സംസാരിച്ചെന്നാണ് പെപ്സി ഉമ പറയുന്നത്. രംഭയുടെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് പെപ്സി ഉമയുടെ ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത്. പക്ഷേ എത്ര ആരാധകരുണ്ടായാലും അഭിനയിക്കില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു താൻ. രജനീകാന്തിനെ കൂടാതെ കമൽഹാസൻ, ഷാരൂഖ് ഖാൻ തുടങ്ങി നിരവധി മുൻനിര താരങ്ങൾക്കൊപ്പവും അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കമൽഹാസന്റെ അൻപേ ശിവത്തിൽ അഭിനയിക്കാനുള്ള ഓഫറും നിരസിച്ചു. രജനി തന്നെ വിളിച്ച് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവതാരകയായി തുടരാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്കതിൽ നിന്നാൽ മതിയാകും. ഒരു അഭിനേത്രി എന്ന നിലയിൽ എനിക്ക് പ്രശസ്തി ലഭിക്കും. പക്ഷേ അതെനിക്ക് താങ്ങാൻ കഴിയില്ലെന്നാണ് ഉമ പറയുന്നത്. ഒരിക്കൽ രജനി സാർ എന്നെ വിളിച്ചു പറഞ്ഞ് എന്താണെന്നറിയില്ല, നിങ്ങളുടെ അടുത്ത് മറ്റ് സെലിബ്രിറ്റികൾ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണ് നിങ്ങളെ ആയിരിക്കും നോക്കുക എന്നാണ്. ഇക്കാര്യം ഞാൻ ഇതുവരെ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടില്ലെന്നും ഉമ പറയുന്നു. സാധാരണയായി തമിഴ് സിനിമയിൽ ഒരു വനിതാ അവതാരകയ്ക്ക് ഇത്രയും വലിയ ആരാധക വൃന്ദമുണ്ടെങ്കിൽ അത് പെപ്സി ഉമ മാത്രമായിരിക്കുമെന്നാണ് ആരാധകരും പറയുന്നത്. 15 വർഷമായി ഒരേ ഷോയുടെ അവതാരകയായി മാത്രം നിന്നു എന്ന ബഹുമതിയും പെപ്സി ഉമയ്ക്കുണ്ട്. ഉമയോട് ഒരിക്കലെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിച്ച നിരവധി ആരാധകരുമുണ്ട്.